ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ വ്യൂവേഴ്സിനും ഔട്ട്ലുക്ക് ടി വിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് പോവാണ്. ഇന്ന് ഒരു ഇൻ്റർനാഷണൽ യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് യാത്ര തുടങ്ങിയാലോ? ഫ്ലൈറ്റ് പോകുന്നുണ്ട് താഴെക്കൂടെ, അത് പോയി ലാൻഡ് ചെയ്യുന്നുണ്ട്. എന്ത് രസമല്ലേ? രാത്രിയിലത്തെ ഒരു വ്യൂവും കൂടെ ആയതുകൊണ്ട് അടിപൊളി. അങ്ങനെ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വിമാനത്തിൽ കയറാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ നെർവസ്നെസ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ത്രില്ഡാണ്. നമ്മളെല്ലാവരും ചെക്കിനൊക്കെ കഴിഞ്ഞ് ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ് എല്ലാവരും. ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പും ആദ്യത്തെ വിമാനയാത്രയൊക്കെ അല്ലേ. അങ്ങനെ നമ്മൾ ബോർഡ് ചെയ്തു, സീറ്റിൽ പോയിരുന്നു. എയർ ഹോസ്റ്റസിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടു. ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അറിയാമല്ലോ ഫ്ലൈറ്റിൽ പോകുമ്പോഴത്തേക്കും ആ സൗണ്ട്. അപ്പം ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും ആ ഒരു നെർവസ്നെസ്സിലും പിന്നെ അതോടൊപ്പം തന്നെ വിൻഡോ സീറ്റ് കിട്ടിയതിൻ്റെ ഹാപ്പിനെസ്സും. ചെറുതായിട്ട് റൺവേയിലൂടെ ഫ്ലൈറ്റ് നീങ്ങി തുടങ്ങി, ചെറുതായിട്ട് പൊങ്ങി തുടങ്ങി. അപ്പോൾ ചെവിയൊക്കെ അടയുന്നുണ്ട്. ചെവിക്കകത്ത് പഞ്ഞിയൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ആകാശ കാഴ്ചകൾ കാണാൻ പറ്റിയില്ല. കാരണം രാത്രിയിലെ യാത്ര ആയതുകൊണ്ട് ഭൂമിയിലെ കാഴ്ച മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്ത് സുന്ദരമാണല്ലേ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ ഭൂമി. അത് ആ ഭൂമിയുടെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ആകാശത്ത് നിന്ന് തന്നെ നമ്മൾ നോക്കണം ഭൂമിയെ. അങ്ങനെ നമ്മൾ വിമാനത്തിലൂടെ പോവാണ്. അപ്പോൾ എയർ ഹോസ്റ്റസ് നമുക്ക് ഫുഡെല്ലാം കൊണ്ട് തന്നു. ഒരു ചെറിയ മയക്കമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ തായ്ലൻഡിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ ചെക്ക് ഔട്ടൊക്കെ കഴിഞ്ഞ് നമ്മളെ കാത്തു നിന്ന നമ്മുടെ ടൂർ ഓപ്പറേറ്ററിൻ്റെ ബസ്സിലേക്ക് നമ്മൾ അടിപൊളി ബസ്സാണ്, നല്ല ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ടൂർ ഗൈഡിൻ്റെ പേര് and allow 3 hours we have appointment in lobby and we go to Pattaya. Oh, welcome to Thailand. Very tough right there. Okay. If you want to know something in Thailand, is maybe I forget to talk with you. You can ask me, Ming, how about Thailand? How about Pattaya? Maybe you want to buy something, you can ask me, Ming. I want to buy shopping for the good name, for the good some food, some dessert. I can teach you for to buy something at the good price. Okay, right? Okay. So you remember me, right? Yes. Okay. Yes. Me name. What me name? Okay. Okay. Is every person you have the SIM card, right? No. You need SIM card, right? Okay. In the hotel, if you want SIM card, you contact me. അവരുടെ കുറേ സംഭാഷണങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ നേരെ പോയത് സഫാരി പാർക്കിലേക്കാണ്. നമ്മൾ പലരുടെ വീഡിയോസിലും മൂവീസിലും ഒക്കെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഒരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂ നിൽക്കുവാണ്.
ക്യൂ നിൽക്കുമ്പോൾ നമ്മുടെ ബിവറേജസ് കോർപ്പറേഷനിൽ ക്യൂ നിൽക്കുന്നതാണ് ഓർമ്മ വരുന്നത്. പിന്നെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് നാട്ടിൽ ഏകദേശം ഒരു 1100 രൂപ വരും. അതൊക്കെ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമ്മളായിട്ട് കൊടുക്കേണ്ടി വന്നില്ല. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു അത് നമ്മുടെ ദേഹത്ത് ഒട്ടിച്ച് തരുക ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ പോയി. നമ്മൾ പോയിട്ട് നേരെ പോയത് കടുവയുടെ അടുത്താണ്. കടുവേനെ ചെയിനിലാണ് ഇട്ടിരിക്കുന്നത് ഓപ്പൺ സ്പേസിൽ. എന്തൊരു ഭംഗിയാണ് അതിനെ കാണാനും അതിൻ്റെ അടുത്തൊക്കെ നിൽക്കാനും. ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. എന്നാലും ധൈര്യം സംഭരിച്ചിട്ട് വേണം അവിടെ നിൽക്കാനും അവിടെ പോകാനും ഒക്കെ. അങ്ങനെ കടുവയുടെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. കടുവയുടെ അടുത്ത് നമ്മൾ നേരെ പോയത് ഒട്ടകങ്ങളുടെ അടുത്തേക്കാണ്. എന്ത് രസമാണെന്നറിയോ, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ക്യാമറയുടെ അടുത്ത് ഇങ്ങനെ അത് വന്നിട്ട് ക്യാമറ ഇങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. ഒട്ടകങ്ങളുടെ ഇടയിലുള്ള ആ ഒരു എക്സ്പീരിയൻസ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു പാലം കയറി ഒരു ഗുഹയ്ക്കകത്തൂടെ നേരെ പോയത് കൊക്കുകളുടെയൊക്കെ അടുത്തേക്കാണ്. പല നിറത്തിലുള്ള കൊക്ക്, വെള്ള, ചുവപ്പ്, അങ്ങനെ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് അക്വേറിയത്തിൻ്റെ അടുത്തായിരുന്നു. പല പല വർണ്ണ മത്സ്യങ്ങളെയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതും. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പക്ഷികളുടെയൊക്കെ അടുത്തേക്കാണ്. ഒരു വലിയൊരു മൂങ്ങ, അത് കഴിഞ്ഞിട്ട് കഴുകനൊക്കെ എങ്ങനെയാണോ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. എനിക്കൊക്കെ ഭയങ്കര പേടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ കുരങ്ങൻ കുട്ടനായ ചിമ്പാൻസിയുടെ അടുത്തേക്കാണ്. ചിമ്പാൻസിയെ പറ്റി ഞാൻ പറയണ്ടല്ലോ, അല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ ചേച്ചിമാർക്ക് ഉമ്മ കൊടുക്കുന്ന ചിമ്പാൻസി ഉണ്ടല്ലോ, അവിടെയുള്ള ചേച്ചിമാർക്ക് എല്ലാവർക്കും ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുക. എത്ര ഉമ്മ കൊടുത്തിട്ട് ചിമ്പാൻസിക്ക് മതിയാവുന്നില്ല. അങ്ങനെ ഒരു കിസ്സിങ് സെറമണിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ നേരെ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും ഉടൻ തന്നെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക. ഇനിയും സന്ധിക്കും വരേക്കും വണക്കം.